ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,443ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്ക് എണ്ണുന്ന അത് അനുസരിച്ചാണ് ഈ കലിദിന സംഖ്യ എണ്ണി വന്നിട്ടുള്ളത്. മലയാള കലണ്ടർ അനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 5-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 30-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി 12:45 വരെ, ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയത്താണ്. കരണം വരുന്നത് പശുകരണമാണ്. 12:45 വരെയാണ്, ഉച്ചയ്ക്ക് 12:45 വരെയാണ് പശുകരണമുള്ളത്. നിത്യയോഗം വരുന്നത് വ്യതിപാത നാമ നിത്യയോഗമാണ്. വൈകിട്ട് 4:13 വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം ഉണ്ട്. ഇന്ന് നാൾ പൂയമാണ്. പകൽ മുഴുവനുമുണ്ട്. രാത്രി 12:28 വരെയുള്ള സമയത്ത് ഈ പൂയം നക്ഷത്രം ഉണ്ട്. ഞാറ്റുവേല മകം ഞാറ്റുവേലയാണ്. വർഷ ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വ്യാഴത്തിന്റെ കാലഹോരയെ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:10:52 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:35 10 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 16 മിനിറ്റ് 18 പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഇന്ന് രാഹുകാലം വരുന്നത് 1:59 തുടങ്ങിയിട്ട് 3:31 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 9:22 മുതൽക്ക് 10:54 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 6:18 തുടങ്ങി 7:50 വരെയുള്ള കാലത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളായിട്ടാണ് ആചാര്യമതം. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇന്ന് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അവർ പ്രധാനപ്പെട്ട യാത്രകൾ, അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ആരംഭം കുറിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:03 തുടങ്ങി 12:25 വരെയുള്ള സമയത്തും തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് മധ്യകാലം വർജിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് 12:29 മുതൽക്ക് 12:51 വരെയുള്ള സമയത്താണ് ഈ അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഇതൊരു പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാറുള്ളതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം പൊതുവെ എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും ഒക്കെ അനുകൂലമാണ്. ഉത്സവം, യാത്ര, ആഭരണാദികൾ ധരിക്കുക, വിദ്യാരംഭം, വാസ്തു കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾക്കും ഒക്കെ, വിവാഹത്തിന് ഒഴിച്ച് മറ്റ് കർമ്മങ്ങൾക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ത്രയോദശിയാണ് തിഥി. യാത്രയ്ക്ക്, വ്രതത്തിനും, യാത്ര കഴിഞ്ഞ് പ്രവേശിക്കുന്നതിനും, യുദ്ധാദികൾക്കും ഭൂഷണങ്ങൾ അണിയുന്നതിനും ഈ ത്രയോദശി അനുകൂലമാണ്. എന്നാൽ കൃഷ്ണ ത്രയോദശിയാണ് ഇന്ന് എന്നുള്ളത് കൊണ്ട് അത് വർജ്യമാണ്. നമസ്കാരം.